ഒക്കെ ഉറ്റ സുഹൃത്താണ്, വളരെ ഞങ്ങളുടെ ചങ്കാണ്. 2 दिन का पहले रिलीज आ गया, आज फ्लाइट है. തല ചൊറിഞ്ഞുകൊണ്ട് അളിയനും ചിന്തിച്ചുകൊണ്ട് സമ്പത്തും. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ഇപ്പൊ എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കാരണം ഒന്നുമല്ല, ഇപ്പൊ സമയം ഏകദേശം 6 മണി, കറക്റ്റ് 6 മണി. ഇപ്പൊ എഴുന്നേറ്റല്ലേ ഫുഡ് കിട്ടത്തുള്ളൂ. കാരണം പഴയ ടൈം ടേബിളൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഞാൻ സമയം കാണിച്ചു തരാം. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് 4 to 7. സോ ഈ ഒരു സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ നല്ല കിടിലൻ ഫുഡ് കഴിക്കാം. എന്തായാലും ഇന്നത്തെ വ്ളോഗ് നമ്മുടെ മദീനയും നമ്മുടെ പൈനിയർ ക്യാമ്പും പൈനിയർ 1 and 2 എല്ലാം, പിന്നെ കുറച്ച് നല്ല ആളുകളെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും പൈനിയറിലെ ഏറ്റവും നല്ല മനോഹരമായ കുറച്ച് ഓർമ്മകളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഒരു പക്ഷേ ഇന്ന് എൻ്റെ ക്ലിയറൻസ് വന്നേക്കാം എന്നത് വലിയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. സമ്പത്തിൻ്റെ ക്ലിയറൻസ് വന്നു, എൻ്റെ ക്ലിയറൻസ് സൈൻ ചെയ്ത് കഴിഞ്ഞു. സമ്പത്തിൻ്റെ ക്ലിയറൻസ് ഇന്ന് സൈൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് കുറച്ച് ചല്ലി വില്ലിന്ന് പക്ഷേ അതല്ല, കുറച്ച് അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഉറക്കപ്പിച്ചിൽ വന്നുകൊണ്ട്, പക്ഷേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നുകൊണ്ട് കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തായാലും പല്ല് വെച്ച് റെഡി ആയിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നാണ് ആദ്യത്തെ നമ്മുടെ കടമ്പ. സോ അതിലേക്ക് പോവാം. 7 മണി വരെ ഫുഡ് ഉള്ളതുകൊണ്ട് ആദ്യം തന്നെ ഇവന് മെസ്സേജ് അയക്കണം. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഓൾമോസ്റ്റ് ഇപ്പോൾ മലയാളീസായിട്ട്. അപ്പോൾ എന്തായാലും 20 മിനിറ്റ്, ആ 20 മിനിറ്റ് കൊണ്ട് ഞാൻ റെഡി ആയിട്ട് നേരെ ഇവൻ്റെ ക്ലിയറൻസ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൈനിയർ 2 പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഇനിയുമല്ലേ പൈനിയർ 1 and 2 പിന്നെ നമ്മുടെ സ്വന്തം മദീന മാർക്കറ്റും കാണാൻ പോകുന്നത്. മദീന മാർക്കറ്റിൽ ഇന്ന് പോയിട്ട് കുറച്ച് സുഹൃത്തുക്കളെല്ലാം ഞാൻ കാണിച്ചു തരാം. വേറെ കൊണ്ടില്ല, അവരൊക്കെ എൻ്റെ വീഡിയോ കണ്ടു, എനിക്ക് വളരെ സന്തോഷമായി. അതുകൊണ്ട് നമ്മൾ അവരെല്ലാം കണ്ട് പൈനിയർ 2 പറ്റുവാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെയും കണ്ടതിന് ശേഷം നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ മനോഹരമായ ഫുഡും ഞാൻ എൻ്റെ താടി ചെയ്യുന്നതാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട്, ഉച്ചക്കത്തെ ലഞ്ച്, ഡിന്നർ, പിന്നെ ഇടയ്ക്കത്തെ ഒരു ചായക്ക് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇട്ട് കുടിക്കുകയാണ്. അതൊക്കെ എന്തായാലും ഞാൻ ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ പിള്ളേരെല്ലാം പോയി. ശരിക്കും പറഞ്ഞാൽ നമുക്കത് വളരെയേറെ വിഷമവുമായി. ഒരു റൂമിൽ അടിപൊളിയായിട്ട് നല്ല വൈബായിട്ട് പൊക്കൊണ്ടിരുന്നത് ഞങ്ങളാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, സാഹചര്യം വളരെ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്ലൈറ്റ് കയറി നാട്ടിൽ ചെന്നിട്ട് നല്ല കിടിലൻ മഴയും കട്ടൻ ചായയും അതിനോടൊപ്പം തന്നെ നല്ല പരിപ്പുവടയൊക്കെ കഴിച്ച് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളിവിടെ ചായയും കടിയും കഴിക്കുന്നില്ലെന്നല്ല, നമ്മൾ കഴിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ എന്തായാലും നമ്മൾ വീഡിയോ അടിപൊളിയായിട്ട് പോകാം. പക്ഷേ ആദ്യം പാക്ക് ചെയ്ത എൻ്റെ സമ്പത്തിൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. അപ്പോൾ എന്തായാലും നമുക്ക് അവൻ്റെ റൂമിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് റെഡി ആവാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ഞാൻ റെഡി ആയതിനു ശേഷം ഇനി നേരെ സമ്പത്തിൻ്റെ റൂമിലേക്ക്. ഇവിടെ സമയം ഇപ്പോൾ 6:27. വെളിയിലത്തെ വെട്ടവും വെളിച്ചവും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ക്യാമറ തിരിക്കാം. ഓപ്പൺ ദ ഡോർ. ദൈവമേ, ആദ്യം തന്നെ കാണുന്നത് ഇങ്ങനെയാണോ? അല്ല, കൊള്ളാം. നല്ല വെട്ടമുണ്ട്, വെട്ടമുണ്ട്, വെളിച്ചമുണ്ട്. സോ നമുക്കിനിയും നേരെ സമ്പത്തിൻ്റെ റൂമിലേക്ക് പോവാം. 342 എന്ന് പറഞ്ഞ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഫസ്റ്റ് ലെഫ്റ്റ് എടുത്ത് ഫസ്റ്റ് റൈറ്റ് തിരിഞ്ഞ് 3ാമത്തെ റൂം തൊട്ടാണ് കഴിച്ച് നമ്മുടെ മലയാളി പിള്ളേർ തുറക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ബിബിൻ ബ്രോയുടെ ഒക്കെ റൂമായിരുന്നു കേട്ടോ. അങ്ങനെ അതിന് ശേഷം ഇത് നമ്മുടെ സമ്പത്ത്, അബിയ എല്ലാം ഇവിടെയായിരുന്നു. പിന്നെ 522 ആന്റണി ചേട്ടന്, 523 ജിൻഡോയ്, അജയ് വിഷ്ണു. അങ്ങനെ അവസാനം അജയ് വിഷ്ണു അവിടുന്ന് ഈ യാത്ര പറഞ്ഞ് പോയി. അപ്പോൾ എന്തായാലും ഇവനെ വിളിച്ചുകൊണ്ട് നമുക്ക് പോകാം. തുറക്കണേ. പോയാ എന്തുവാണിത്? സമ്പത്തിന് എന്തോ കാര്യമായിട്ട് പരിചയപ്പെടുന്നു. സമ്പത്തേ, മുറ്റം തുറന്ന് താക്കോല് കണ്ടില്ല. തേങ്ങാക്കോല ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഇത്ര നേരമായിട്ട് ഞാൻ കിടന്ന് വിളിച്ച് അപ്പുറത്തെ റൂംമേറ്റ് വരെ എഴുന്നേറ്റ്. നിന്റെ സമ്പത്തിന്റെ താക്കോല് പോയി. എന്താ അലോങ്കോലോ സമ്പത്തെ റൂമിൽ നിന്റെ ഇട്ടേക്കുന്നത്? എൻ്റെ റൂമിലൊക്കെ വന്നുകൂടെ? എന്താ നീറ്റ് ആൻഡ് ക്ലീനാ.
എന്തായാലും നമുക്കൊന്ന് താക്കോല് കണ്ടുപിടിച്ചിട്ട് ബാക്കി കാണാം ഗൈസ്. ഈ റൂമിലെ താക്കോൽ എവിടെയാണെന്നറിയാതെ സമ്പത്ത് തപ്പി നടക്കുമായിരുന്നു. അവസാനം സമ്പത്ത് താക്കോൽ ഇതേ വെച്ചിട്ട് അവൻ ഓപ്പൺ ചെയ്തു. സമ്പത്തിന് ഓർമ്മയില്ല. എങ്ങനെ ഓർമ്മ വരാനാ? രാത്രി ഉറങ്ങുന്നത് 2 മണിക്കും 3 മണിക്കും ഒക്കെയാ. ചോദിച്ചു കഴിഞ്ഞാൽ പടം കണ്ടോണ്ടിരിക്കുക എന്നാ പറയുന്നത്. ശേ, അപ്പോൾ എന്തായാലും പൈനിയർ 2-ലെ മനോഹരമായ ഒരു റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവന്മാരെ കിട്ടിയതുകൊണ്ട് ഈ റൂം ഇത്ര കൂറായിട്ട് ഇവന്മാർ ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കഴിക്കാൻ പോകുന്ന ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അവിടെ കുറച്ചുപേരൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചങ്കായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം. ഇവരൊന്ന് പല്ല് തെച്ചിട്ട് വന്നിട്ട് നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. സോ നമുക്ക് അവിടേക്ക് പോകുന്ന വഴിക്ക് ആരെങ്കിലും നമ്മളെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേറെ സന്തോഷിക്കും. കാരണം വേറെ ഒന്നല്ല, കുറേ ദിവസമായിട്ട് എന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ചേട്ടാ നല്ല വീഡിയോ ആയിരുന്നു, അല്ലേ മോനെ നല്ല വീഡിയോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും പറയാൻ വളരെ സന്തോഷമുണ്ട്. നിങ്ങളോടൊക്കെ വളരെ വളരെ നന്ദിയുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങളെ കാണുന്നവരൊക്കെ ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിചയപ്പെടുത്തി ആരെങ്കിലും ഒക്കെ അറിയാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. പേടിക്കേണ്ട. കാരണം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ഒക്കെ ഒരു 1K ഒക്കെ കാണുന്നത്. പഴയ ചാനലാണെങ്കിൽ ഒരു 939K ഒക്കെ കാണുമായിരുന്നു. പക്ഷെ ഇപ്പോൾ പഴയ ചാനലൊക്കെ പോയി ജോലിക്കൊക്കെ വന്ന് ആരെങ്കിലുമൊക്കെ കണ്ടാലായി. സോ അത് ഷോർട്സിൻ്റെ കാര്യമാണ് ഞാൻ കേട്ടോ പറഞ്ഞത്, അല്ലാണ്ട് ലെങ്തി വീഡിയോയുടെ കാര്യമല്ല. ആ ലെങ്തി വീഡിയോയും കയറിയിട്ടുണ്ട്. ഒരു 10-35K വരെയൊക്കെ ആണെന്നാണ് എൻ്റെ ഒരു ഇത് എന്താ പറയുക, ഒരു പ്രധാനപ്പെട്ട ഒരു ഊഹാമോഹം. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നിങ്ങളെ കാണുമ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും പല്ല് സമ്പത്ത് വന്നിട്ടുണ്ട്. ഇന്ന് ഇവൻ്റെ ക്ലിയറൻസ് ആണ്. അതിലാണ് എനിക്ക് വളരെയേറെ സന്തോഷം. ഒന്നെങ്കിൽ ഞാൻ ആദ്യം പോകും, ഇല്ലെങ്കിൽ ഇവൻ ആദ്യം പോകുമെന്ന് ഉറപ്പായി. അപ്പോൾ എന്തായാലും കഴിക്കാൻ പോകാം. ഒന്ന് വരാമോ സുഹൃത്തെ? അങ്ങനെ നീറ്റ് ആൻഡ് ക്ലീനായ നമ്മുടെ സ്വന്തം പൈനിയർ ക്യാമ്പ്. കാരണം നമ്മുടെ സ്വന്തം എന്ന് പറയാൻ ഞങ്ങൾ ഒരു 2 മാസത്തിന് അടുപ്പിച്ച് ഇവിടെ ആയതുകൊണ്ട് നമ്മുടെ സ്വന്തം വീടും നമ്മുടെ സ്വന്തം നാടും എന്ന് പറഞ്ഞൊരു സെറ്റപ്പിലോട്ട് ഞങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എത്തി കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാമ്പിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പം തന്നെ കണ്ടില്ലേ, അവരൊരു കുടിച്ച ഗ്ലാസ് തൊട്ടടുത്തുള്ള ആ ഒരു വേസ്റ്റ് ബിന്നിൽ ഇട്ടുമ്പോൾ നമ്മളും ഇത് ക്ലീനായിട്ട് തന്നെ സൂക്ഷിക്കാനാണ് നമ്മളും ശ്രമിക്കുന്നത്. സോ അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ക്യാമ്പ് അവർ സൂക്ഷിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഇവിടെയുള്ള ഓരോ ആളുകളും ഈ ക്യാമ്പ് സൂക്ഷിക്കുന്നത്. സോ സമ്പത്ത് കണ്ടോ അങ്ങനെ വന്നിട്ടുണ്ട്. ഞങ്ങൾ നേരെ ഇപ്പം നടന്നു ചെല്ലുന്നത് നമ്മുടെ മെസ്സിലേക്കാണ്. അങ്ങനെ നടന്നു ചെല്ലുമ്പോൾ നേരെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മെസ്സ്, നേരെ ഫ്രണ്ടിൽ കാണുന്ന മദീന മാർക്കറ്റ്, ആ എല്ലാ വണ്ടിയുടെ തൊട്ടപ്പുറത്ത് കാണുന്ന നമ്മുടെ ജിമ്മ്. അപ്പോൾ എന്തായാലും അകത്ത് കാണാം. അവനൊക്കെ നമ്മുടെ ചങ്കായിട്ടുള്ള പിള്ളേരാണ് കേട്ടോ, മലയാളിയല്ല എങ്കിലും. എന്തായാലും കഴുകി നമുക്കിനി ഫുഡ് കഴിക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡുണ്ട്, ഓംലേറ്റ് ഉണ്ട്, പിന്നെ പൊങ്കൽ കുറച്ചെടുത്തിട്ടുണ്ട്, ഫ്ലാസ്ക്, പിന്നെ കടലക്കറി. സമ്പത്ത് ഉണ്ട് വല്ല അടിപൊളിയായിട്ട് മുട്ടയ്ക്കകത്ത് എന്താ പറയുക ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടുള്ളൊരു കഴിപ്പാണ്. ഇതാണ് നമ്മുടെ ഭായിയുടെ പേര് തരാ, നഖുബുദ്ദീൻ ഭായ്. എനിക്ക് പേര് ഈ ഇദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ വിട്ടുപോകും കേട്ടോ. എങ്കിലും അടിപൊളി ഒരു മനുഷ്യനാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ അതേ വൈബാണ്. ഇദ്ദേഹം മുംബൈ ആണോടാ? ഹൈദരാബാദാണ്. സമ്പത്തിൻ്റെ കമ്പനിയാണ് കേട്ടോ, HSC ആണ്. ഇന്ന് രാത്രി ഫ്ലൈറ്റാണ്. അപ്പോൾ ഇദ്ദേഹം ഇന്ന് മോർണിംഗ് 8:30 8:30 ഇന്ന് ഇവിടുന്ന് പോകും കേട്ടോ. അപ്പോൾ എന്താ പിന്നെ നമ്മുടെ സ്ക്വാഡ് വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പം നിലവിലുള്ള നമ്മുടെ ഈ കഷണ്ടിയുള്ള ചേട്ടനല്ല, ഇർഷാദും അതുപോലെ തന്നെ സൂരജും, പിന്നെ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ കൃഷ്ണേട്ടനല്ല കൃഷ്ണണ്ണൻ. വാ എമർജൻസി ലീവ് ആദ്യം എഴുതി കൊടുത്ത മനുഷ്യനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഇവിടെ ഉള്ള ഇന്നലെ റിലീസായ ഒരു ഫ്ലൈറ്റ് കയറിപ്പോയി, എല്ലാം പോയി. ഇതാണ് മലപ്പുറംകാരനായ നമ്മുടെ ഇർഷാദ്. സുരജ് ഇവൻ സൂരജ്, ഇവന് 2 ദിവസം മുന്നേ ആദ്മി കാ നാം सूरज है, पहले 2 दिन का पहले रिलीज आ गया, आज फ्लाइट है. हाँ, मैं 8:30 बजे निकले. आदमी मेरे पास बोले थोड़ा हिंदी में बात करो. आज में एक दो ब्लॉग करो यार, नॉर्थ वाला आपको फॉलो करेगा. ओके अभी ओके. ഓക്കെ, ഇനി തമിഴ്. ഇതാണ് നമ്മുടെ കൃഷ്ണനാണ്. ഇതുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലേ, ഇപ്പോൾ ലാസ്റ്റ് നിൽക്കുന്നതാണ് നമ്മുടെ കൃഷ്ണനെങ്കിൽ വരും. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അല്ല ഞാൻ കോഫി എടുത്തിട്ടുണ്ട് കേട്ടോ, എന്നിട്ട് കഴിക്കണം. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ മനോഹരമായ ലൈഫുകൾ. ഇത് പിന്നെ പ്രത്യേകം പറയേണ്ടത് നമ്മുടെ പൈനിയർ ക്യാമ്പിലെ ഏറ്റവും നമ്മുടെ പൈനിയർ ക്യാമ്പിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള എന്താണ്? നമ്മുടെ മെസ്സും ഞങ്ങളുടെ ഫുഡും.
അതിലൊരു കോംപ്രമൈസ് ഇവർ കാണിച്ചിട്ടില്ല ഉണ്ടോ. അത് അടിപൊളിയാണ്. അതിന് പ്രത്യേകം വിഷയമുണ്ട്. ഒരാളുണ്ട്, കാണിച്ചു തരാം. നമ്മുടെ സ്വന്തം ചേട്ടനെ പോലുള്ള മലയാളി ചേട്ടൻ. ഇതാണ് നമ്മുടെ സൂപ്പർവൈസർ ചേട്ടൻ. ചേട്ടാ ചേട്ടാ ഹലോ. ചേട്ടൻ്റെ ഒരു വീഡിയോ എടുത്താ. ഒരു പണിയില്ല. എന്തായാലും എല്ലാവരും കാണട്ടെ ചേട്ടാ. എന്തായാലും എൻ്റെ ഒരു വീഡിയോ 1000 പേര് കണ്ടു. അതിലൊന്ന് ചേട്ടനും കൂടെ കാണട്ടെ. ഇഷാനെ കാണിച്ചു. ഇനിയും പോയി നമുക്ക് കാപ്പി എടുത്തിട്ട് വരാം. ഓക്കെ. കഴിക്കുന്ന സമയത്ത് ഒരു കോഫി ഇട്ട് തരാമെന്ന് ചോദിച്ചതാ. കമത്തി. നല്ല കാര്യം. പണി പാളിയല്ലേ വിചാരിച്ചു. നല്ല കാര്യം. സമ്പത്തിൻ്റെ ക്ലീനിങ് ആണ് ക്ലീനിങ്. പെട്ടെന്നായിക്കോട്ടെ. ഇപ്പോഴും അവൻ്റെ ചെവിയിൽ ആ ഫോൺ കണ്ടോ? ആത്മാർത്ഥത. അവൻ എന്തായാലും ക്ലീൻ ചെയ്യട്ടെ. നമുക്ക് ക്ലീൻ ചെയ്ത് ഇതിപ്പിട്ടാണോടാ? കൊള്ളാം. അപ്പം നമുക്ക് എന്തായാലും അര ക്ലാസ് ഉള്ളെങ്കിൽ അത് കുടിച്ചോണ്ട് നടക്കാം. ഇല്ല ഇരിക്കാം. ഇല്ല ചെറുക്കൻ ഒറ്റയ്ക്കായിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അയ്യോ നാക്ക് പൊള്ളുന്നു കേട്ടോ. നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനിയും കുറച്ച് നേരം കഴിഞ്ഞ് ഇവൻ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇർഷാദ് ബ്രോയുടെയൊക്കെ റൂമിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ സമ്പത്ത് പറയുന്ന ഇത് വിശാലമായ ഇതുപോലൊക്കെയാണ് ഈ ഓപ്പോസിറ്റ് ഉള്ളതും കാണുന്നത് കേട്ടോ. നമ്മൾ ഇർഷാദിൻ്റെ റൂമിലോട്ട്, ഇർഷാദ് ബ്രോയുടെ റൂമിലോട്ട് കയറി പോവാം. കയറി പാടേ. കോഫി കുടിച്ച് തീരുന്നേ ഉള്ളൂ. ഇവിടെ നമ്മുടെ കമ്പനിക്കാർ സത്യണ്ണ, കൃഷ്ണണ്ണന്, പിന്നെ ഇർഷാദ് ബ്രോയ, സൂരജ് ബ്രോയ. അപ്പോൾ ഇവരിത്രയാണ് നമ്മളിവിടുത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ കമ്പനിക്കാർ. റൂം നമ്പർ 11. കൂട്ടിയിട്ട് പോയോടാ? ഓ സ്വാഭാവികം. ചിലപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. പഞ്ച് ചെയ്യാൻ പോയി. അപ്പോൾ നമുക്ക് അതുവഴി കയറി ഇതുവഴി ഇറങ്ങി നേരെ പഞ്ച് ചെയ്യാൻ വേണ്ടി പോവാം. ഇപ്പം പോയെന്നാ. പക്ഷെ ഞങ്ങളോട് പറഞ്ഞത് എവിടെ നിൽക്കുമോ എവിടെ നിൽക്കും, ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം പോവാന്നാ. അല്ലേ ഇപ്പം നമ്മൾ കയറിയില്ലേ, അത് ഈ ഒരു സെറ്റപ്പാണ്. ഇങ്ങനെ ഇരിക്കും. നമ്മൾക്കും നേരെ അങ്ങോട്ട് പോയാലോ. ഇതാടാ സൂരജ്. സൂര്യൻ നോക്കുന്നടാ. എടാ സൂരജേ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? പോയോ? എന്താ വാ. ഓ किधर गया? क्या है? ओपन करो, डोर ओपन करो भाई, डोर ओपन करो. सुरेश पंचिंग करके आएगा यार. पंचिंग करके आ जाओ ना. ओके ഓക്കെ. ചെറുക്കൻ നാളത്തിനാണ് ഗൈസ്. അത് മാത്രമല്ല അവനിന്ന് ഗൈസ് അങ്ങനെ മാസ്ക് ഒക്കെ ഇട്ട് പോവാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല കിട്ടില്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ വേണം പോകാൻ. പിന്നീടൊരു കാര്യം, ഇതാ ഞങ്ങൾ വൈകിട്ട് കളിക്കുന്ന വിശാലമായ ഗ്രൗണ്ട്. ആ കാണുന്ന സ്റ്റേജ് ഞങ്ങളുടെ കമ്പനിയുടെയാണ്. ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുന്നേ ഒരു ടൂർണമെൻറ്റ് നടന്നതേ ഉള്ളൂ. പിന്നെ ഇഷ്ടംപോലെ പ്രാവൊക്കെ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നടന്ന് ആ വരുന്നത് സൈനു ആണോ എന്നൊരു സംശയം. ആണോടാ? ഡൗട്ടുണ്ടോ? അവനാണെന്ന് തോന്നുന്നു. അവൻ്റെ ആണ് ആ ഒരു നോട്ടം. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ഒരു സുഹൃത്ത് സൈനു. ആടാ അവൻ തന്നെ. കണ്ടോ, ദൂരെ നമ്മൾ കണ്ടപ്പോഴേ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞവനെ. ഇപ്പം എന്തായാലും നടന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. എവിടെ പോയാലും ആളെ ഫേക്ക് ലുക്കിലേ പോകത്തുള്ളൂ. ഏത് അറബിയെ കാണാൻ പോയാലും ആശാനെ കാണാൻ പോയാലും സൈനു ലുക്കിലേ പോകത്തുള്ളൂ. ഇനി നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്യാരക്ടറിനും ഉണ്ട്. ആരായിരിക്കും സമ്പത്തെ? നേരെ നോക്കുമ്പോൾ ആ പ്രധാനപ്പെട്ട ക്യാരക്ടർ ഏത് ചേട്ടൻ? സുന്ദരൻ ചേട്ടൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിതാപരം. നിന്നെ ഒന്ന് കാണാൻ വന്ന ആളിയാ. നീ എവിടെ പോന്നു? വർക്ക്ഷോപ്പിൽ പോയിട്ട്. ഓ, നിങ്ങൾ വർക്ക്ഷോപ്പിൽ വലിയ കൂടിയ ആള്. ഗൈസ്, ഇവനാണ് നമ്മുടെ സൈനു, തൃശ്ശൂരുകാരൻ. ഹലോ, ഹൗ ആർ യു? പിന്നല്ല. അപ്പൊ എന്താ വെയിലത്തൊന്ന് മാറിയിരിക്കണം. വാള ഇങ്ങോട്ട്. ബാക്കിയുള്ളവരെന്താ? ശ്രീനാരായണൊക്കെ പോയോ? നീ മാത്രമേ ഉള്ളൂ? അന്ന് നീ ഞങ്ങളുടെ അവിടെ വരത്തില്ലായിരുന്നോടാ? എന്നാ വാ പഞ്ച് ചെയ്തിട്ട്. അപ്പൊ ഇവനാണ് സൈനു. അളിയൻ തൃശ്ശൂരുകാരനാണ് കേട്ടോ. പാലക്കാട്, സോറി പാലക്കാട്. 2 ലൈവ് അടിച്ചതാ.
കണ്ടോ, ഇവന് കറക്റ്റ് പാലക്കാട്ടുകാരനാണ്. എനിക്ക് അവർത്തം പറ്റിയടേ ക്ഷമി. അങ്ങനെ നടന്ന് ഇതാണ് പൈനിയർ 2. ഞാൻ പറഞ്ഞില്ലേ, പൈനിയർ 2 മണ്ണോട് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങളുടെ കമ്പനിയാണ് ഏറ്റവും അടിപൊളി. സൈന് പാടൂ, നിന്റെ പാട്ട് കേൾക്കട്ടെ. പാടാ. എന്തായാലും നമ്മൾ നടന്ന് പോയി പഞ്ച് ചെയ്യട്ടെ. ഈ ബാക്കി കാഴ്ചകൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കറക്റ്റ് വന്ന സമയത്താണ് മെഷീൻ കൊണ്ടുവെക്കുന്നത്. പഞ്ചിങ് എന്താ ടൈമിങ് അതുണ്ടോ? ഫ്രണ്ടിൽ കൊണ്ടുവെക്കണം മെഷീൻ. അപ്പൊ എന്തായാലും നമുക്ക് പഞ്ച് ചെയ്തിട്ട്. ഹലോ അച്ഛാ, ഓണാവുന്നേ ഉള്ളു കഴിച്ച്. അപ്പൊ എന്തായാലും എല്ലാം പെട്ടെന്ന് തന്നെ. എത്ര പെട്ടെന്ന് ക്യൂ ആയ കറക്റ്റ് ടൈം. ഓൺ नहीं भाई, നോക്കോ ലോഡിങ്. ഗൈസ്, നമ്മുടെ തുത്തുരുവിൽ നിന്ന് ഫ്ലൈറ്റ് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തുത്തുരു പോവാണോ? 12:30-ക്കാണല്ലേ പോന്നേ. എടാ സെൻസർ ഹൈലൈറ്റ് ചെയ്തവന്മാർ മൊത്തം 12:30-ക്കും ഹൈലൈറ്റ് ചെയ്യാത്തവന്മാർ 8 മണിക്കും. അപ്പൊ കൊള്ളാം. അല്ലടാ, ഫ്ലൈറ്റ് ടിക്കറ്റ്. തുത്തുരു പോവാണ്. തുത്തുരു നാട്ടിൽ കാണാം. പറഞ്ഞ പോലെ സാധനം എല്ലാം മറക്കണ്ട. ഓക്കെ, എല്ലാം തുത്തുരു ഏറ്റിട്ടുണ്ട് ഗൈസ്. ഗൈസ്, അങ്ങനെ തുത്തുരുവിന്റെ റൂമിൽ വന്നപ്പോഴാണ് കണ്ട 2 പാക്കറ്റ് യുനോ ഇരിക്കുന്നു. വേറെ ഒന്നുമല്ല, യുനോ എന്ന് പറഞ്ഞ കാർഡാണ് കേട്ടോ. ഇതാണ് തുത്തുരുവിന്റെ ഒക്കെ റൂം. ഈ സമ്പത്തിന്റെ ഹൈറ്റ് ഒരു പ്രശ്നമാണ് ഇവിടെ. നമ്മുടെ പിള്ളേരെല്ലാം ഉണ്ട്. ഇവനാണ് ഹൈലൈറ്റ്. ഇവന്റെ ഒരു ചരിത്രം തന്നെ നമുക്ക് പറയാനുണ്ട്. അത് നമുക്ക് സാവധാനം പറയാം. അതെ. തുത്തുരു വളർന്നു. വാടാ ഇരിക്കണം. അതെ, തുത്തുരു ഓണായിരിക്കുന്നു. ഇനിയപ്പോ യുനോ കളിക്കാം. കാടൊന്നും കാണത്തില്ലടേ. അപ്പൊ നമ്മള് കളി തുടങ്ങണം. എടാ അളിയാ വാടാ. അപ്പൊ കൊറേ അതെ, നമ്മള് നീണ്ട നാളിന് ശേഷം വീണ്ടും യുനോയിലോട്ട് തിരിച്ചു വന്നിരിക്കുന്നു. 2 വെട്ടി എടുത്തോ അങ്ങോട്ട്. കളി അങ്ങോട്ട് മൂക്കട്ടെ. ഏത് ഗൈസ്, അങ്ങനെ യുനോ കളി തുടങ്ങിയിരിക്കുന്നു. ബ്ലൂ കളർ ടടാ. ഇതിന്റെ റൂള് ഒന്നെങ്കിൽ നമ്മൾ ആ ബ്ലൂ കളർ 5 ഇടണം, അല്ലെങ്കിൽ നീല കളർ ഇടണം എന്നതാണ് കളി. സ്കിപ്പ് ചെയ്യാൻ പറ്റും, +2 കൊടുക്കാൻ പറ്റും, +4 കൊടുക്കാൻ പറ്റും, കളർ ചേഞ്ച് വരാൻ പറ്റും. ശരി, ഞാൻ ഒന്ന് കളിക്കട്ടെ ഗൈസ്. അങ്ങനെ അവസാനത്തെ യുനോ മാച്ചിൽ ഞാനും നമ്മുടെ സൈനുവും ജയിച്ചിരിക്കുന്നു. ആദ്യം ജയിക്കുമെന്ന് പറഞ്ഞ തുത്തുരു കാത്തിരിക്കുകയാണ്. തുത്തുരു അതാണ് പറ്റില്ല. സമ്പത്ത് വാരിപ്പറക്കി കൂട്ടുകയാണ്. അവസാനം ഒരു യുനോയിൽ നിന്ന് സമ്പത്ത് വളരെയേറെ നേടുന്നു. അതെ, വല്ലാണ്ട് വാരിപ്പറക്കി വെച്ചേക്കാണ്. ഇത് വല്ല നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ഇതിന്റെ വിന്നറെ നമ്മളെ അവസാനം തോക്കുന്ന ആളെ എന്തായാലും നമ്മൾ പറഞ്ഞിരിക്കും. ഇപ്പൊ കാർഡ് കൊണ്ടുപോകുമ്പോ ഒരെണ്ണം കൊണ്ടുപോടേ. തുത്തുരു വാശിയോടെ ജയിക്കുമെന്ന് പറഞ്ഞ ആ ഇരിപ്പിലുണ്ടല്ലോ. ആ തുത്തുരു ജയിച്ചോ? ഇല്ല. തുത്തുരു ജയിച്ചോ? ഇല്ല. ഓ, തുത്തുരിന്റെ പോലത്തെ എക്സ്പ്രഷൻ അതിട്ട് എന്താ സമ്പത്തെ, ഇത് വീഡിയോ പോന്നു. തുത്തുരു 2 വാങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഓ സീൻ. 0 സമ്പത്ത് എടുക്കുകയാണ് ഗൈസ്. സമ്പത്ത് എടുത്തിരിക്കുന്നു. ഇനി തുത്തുരു എന്ത് സംഭവിക്കും? മഞ്ഞപ്പൂജ്യം ഉണ്ടോ കയ്യില്? എന്നാൽ മഞ്ഞപ്പൂജ്യം മാറ്റിക്കൊണ്ട് 7ലേക്ക് തുത്തുരുവിന്റെ മുഖത്തെ എക്സ്പ്രഷൻ കാത്തിരുന്ന് കാണുക സുഹൃത്തുക്കളെ. ഇതാണ് മിന്നൽ പ്രകടനമായി. തുത്തുരുവിന്റെ മുഖത്ത് ക്ലോസപ്പ് എടുക്കട്ടെ. തുത്തുരു ജയിക്കുമെന്നാണ്. ഞാൻ ആരായിരുന്നു എന്ന് ഇത് പറഞ്ഞിട്ട് 3 കളിയിലും കഴുതയാണ്. റിവേഴ്സ് ചോദിച്ചു മേടിച്ചല്ലേ?
തുത്തുരു ജയിക്കാറായെന്ന് തോന്നുന്നു. തുത്തുരുവിന്റെ മുഖത്ത് എക്സ്പ്രഷനും ആ ആറ്റിറ്റ്യൂഡും മാറുന്നു. കാലിലും വെച്ച് നിക്കറും കയറ്റി വെച്ചിട്ടാണ് തുത്തുരുവിന്റെ ഇരിപ്പ്. എന്താണ് യുനോ ആയി. അതാണ് യുനോയിൽ നിന്ന് 4ലേക്ക് സമ്പത്ത് വളർന്നിരിക്കുന്നത് ഗായ്സ്. എല്ലാം പെട്ടെന്നായിരുന്നു. തുത്തുരു പാട് വിട്ടു. തുത്തുരു ഡബിൾ അടിച്ചിരിക്കുന്നു. തുത്തുരു അടിച്ച് ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഇത് കാണുക. കാലം നിലച്ചു വെച്ച സൗഭാഗ്യം എന്നതുപോലെ തുത്തുരുവിന്റെ മിന്നൽ പ്രകടനത്തിലാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. തുത്തുരുവിന്റെ അടിച്ചിരിക്കുന്നു ഗായ്സ്. നോക്കുക, തുത്തുരുവിന് 4 തുത്തുരുവിന് 4 അടിച്ചു വെച്ചിട്ടുണ്ട്. പച്ച അതാ തുത്തുരുവിന് വാശി കയറിയിരിക്കുന്നു. കിടുക്കി. തുത്തുരു കാടൊന്ന് കാണിക്കുമോ സുഹൃത്തുക്കളെ? അതാ ഇത് മിന്നൽ പ്രകടനമാണ്. ഇത് താങ്കൾ ജയിക്കുന്ന ഉറപ്പായിരിക്കുന്നു. എന്താണ് സുഹൃത്തുക്കളെ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്? പച്ചയുണ്ടോ? ഇല്ല. അന്നാ കളിക്ക്. അന്നാ പിടിച്ചോ 6. അടുത്തേ എന്താണ് ഇവിടെ നടക്കുന്നത്? വീണ്ടും തുത്തുരുവിലേക്ക്. തുത്തുരു 2 കളർ ചേഞ്ച് ചെയ്തിരിക്കുന്നു ഗൈസ്. മിന്നും പ്രകടനമായി 8ാമത്തെ നമ്പർ വിട്ട് സമ്പത്തിനെ ഫേസ് ചെയ്യുകയാണ്. ആ സമ്പത്ത് അവിടെ നിന്ന് തുത്തുരുവിലേക്ക്. തുത്തുരു എന്താണ് നടക്കുന്നത്? തുത്തുരു വീണ്ടും 2ലേക്ക്. 2ൽ നിന്ന് മാറി ഇതേണ്ട അളിയൻ കാർഡ് എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നു. 5ഓ 6ഓ കാർഡുമായിട്ട് നിൽക്കുകയാണ് യുനോ പറഞ്ഞവന്മാരൻ. ഒറ്റ കാർഡിൽ നിന്ന് വളർന്നു വന്നിരിക്കുകയാണ് തുത്തുരു. തുത്തുരു 3. അടുത്ത ആരാണ്? 8. അടുത്ത സമ്പത്ത് എടുക്കുമെന്ന് മാത്രമല്ല. സമ്പത്ത് വല്ല ഇടുന്നുണ്ടോ? സമ്പത്ത് 3. ഇനി അതാ തുത്തുരുവിന്റെ മിന്നൽ പ്രകടനമായി. തുത്തുരു 2, 4. വീണ്ടും അടുത്ത സമ്പത്ത് വീണ്ടും എടുക്കുകയാണ് ഗൈസ്. സമ്പത്തെ എടുപ്പ് കൂടുന്നുണ്ട് കേട്ടോ ഇത്. ഇല്ല, തുത്തുരു എടുത്തു തുടങ്ങിയിരിക്കുന്നു ഗൈസ്. തുത്തുരു വീണ്ടും എടുത്തു ഇട്ടിരിക്കുന്നു. അതെ പിന്നെ അല്ല. ഞാനും അതങ്ങ് പള്ളി വെച്ച ഞാനൊക്കെ തുത്തുരു ഉടായ്പ കാണിക്കുന്ന ജയിക്കാൻ വേണ്ടിട്ട്. തുത്തുരുന്റെ കയ്യിൽ കാർഡില്ല എന്ന് നമുക്ക് മനസ്സിലാകുമോ? ഇല്ല. 1. എന്താണ് ഇനി നടക്കാൻ പോകുന്നത്? കളികൾ ശാന്തമായിരിക്കുന്നു. ഇതാണ് ഗായ്സ്, കളർ ചേഞ്ച് വരുത്തിയിരിക്കുകയാണ് തുത്തുരു. ആറ്റിറ്റ്യൂഡ് കിങ് സമ്പത്ത് കളി സ്കിപ്പ് അടിപ്പിച്ചിരിക്കുന്നു, ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അളിയൻ വീണ്ടും കാർഡ് എടുത്തിരിക്കുന്നു. എന്ത് നടക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരുന്നു. ഉജ്ജ്വലമായ നിഷ്പഷ്ടമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. +2 യുനോ അടിച്ചിരിക്കുന്നു ഗായ്സ്. സമ്പത്ത് 4 മേടിച്ചിരിക്കുന്നു. നിന്നല്ലേ പിന്നെ 4 കാർഡ് വാങ്ങുവാനായി സമ്പത്ത് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഈ കാർഡിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. തുത്തുരുവിനുള്ള ബമ്പർ ഉണ്ടോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്താണ് സമ്പത്ത്? താങ്കളുടെ അഭിപ്രായം പറയൂ, പെട്ടെന്ന് തന്നെ രേഖപ്പെടുത്തുക. പച്ചയിൽ 2 +2. ഇന്നാ തുത്തുരു വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. എടാ മോനെ, തുത്തുരു സീനാണ് കേട്ടോ. സമ്പത്തിനെ വെള്ളം കുടിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തുത്തുരു ഇത് മിന്നൽ പ്രകടനമായി നടത്തുന്നു. ആദ്യം തന്നെ സൈനുവിനോട് ആദ്യമേ പറഞ്ഞിരുന്നു ഞാൻ ഈ കളി തോക്കുകയില്ലെന്ന്. എന്നാൽ കാത്തിരുന്ന് കാണേണ്ടി വരും തുത്തുരുവിന്റെ മൊത്തം എക്സ്പ്രഷനും കാര്യങ്ങളും. തുത്തുരു റെഡ് ഇട്ട് കളി ചേഞ്ച് വരുത്തിയിരിക്കുന്നു. അങ്ങനെ അളി റെഡ് 6ലേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെ 3. ഇനി എന്താണ് കളി നടക്കുകയെന്ന് പറയാൻ പറ്റില്ല. റിവേഴ്സ് കയ്യിലുള്ളത് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് തുത്തുരു. എന്താണ് താങ്കൾക്ക് പറ്റുന്നത്? ടെൻഷൻ മൂത്ത് താങ്കൾക്ക് എന്താണ് സംഭവിച്ചത്? +2 അടിച്ചിരിക്കുന്നു വീണ്ടും സമ്പത്തിന് ബമ്പർ. സമ്പത്തേ നീ കുറെ സമ്പാദിക്കുന്നുണ്ടല്ലോ സമ്പത്തേ. എന്താണ് തുത്തുരുവിന്റെ ആയിലുണ്ട് താൻ ജയിക്കുമെന്നുള്ള ഒരു നിഷ്പഷ്ടമായ ആ വാക്യത്തിലൂടെ താൻ വ്യക്തമാക്കുകയാണ് താനെ ജയിക്കുമെന്ന്. കളർ ചേഞ്ച് വരുത്തിയിരിക്കുന്നു. സമ്പത്തിലെ കളിയിലെയും മിന്നായം പോലെ മാറ്റിയെങ്കിലും തുത്തുരുവിന് അതൊന്നും ഒരു പുല്ല് പോലെ എന്ന് പറഞ്ഞ തുത്തുരു മാറ്റി. അവിടെ സ്കിപ്പ് അടിച്ചു. വീണ്ടും തുത്തുരു അങ്ങനെ തന്നെ യുനോ വിളിച്ചിരിക്കുന്നു ഗായ്സ്. ആര് പറയാ യുനോ വിളിച്ചു. +2 വീണ്ടും സമ്പത്ത് നേടുകയാണ് ഗായ്സ്. സമ്പത്തി കളി തോക്കുമോ? സമ്പത്തെ നീ വാശിയിലേക്ക് തിരിച്ചു വരും തുത്തുരുവിനെ പോലെ. +2 കൊടുത്തിരിക്കുന്നു. അളിയ എടുക്കളിയാ യുനോയിൽ നിന്നും അളിയനെ തുത്തുരു 2 കാർഡ് മേടിപ്പിച്ചിരിക്കുകയാണ് ഗായ്സ്. മിന്നും പ്രകടനത്തിൽ തുത്തുരുവിനെ കാഴ്ചക്കാരനാക്കി നിർത്തുമോ എന്ന് കാണേണ്ടിയിരുന്നു. അങ്ങനെ എന്താണ് നടക്കുന്നത്? +2 ഇടുവോ? +4 അടിച്ചു കൊടുത്തിരിക്കുന്നു സമ്പത്തിന്. അല്ല നിനക്ക് റിവേഴ്സ് ഇല്ലല്ലോ. വീണ്ടും സമ്പത്തിന് ബമ്പർ അടിച്ചിരിക്കുന്നു. സമ്പത്ത് മോഹം കാണിക്കും. താങ്കൾ കുറെ നേടുന്നുണ്ട്. ഈ നിമിഷത്തിൽ സമ്പത്തിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സൂപ്പർ. സമ്പത്ത് വാങ്ങിക്കൂട്ടുന്നു. എന്താണ് യെല്ലോ കളർ പറഞ്ഞ് എന്താണ് താങ്കൾ? റിവേഴ്സ് ഇട്ടിരിക്കുന്നു. സമ്പത്ത് കളി മാറ്റുമെന്നാണ് പറഞ്ഞത്. തുത്തുരുവിന്റെ മുഖത്തിൽ എന്തോ പോയി അങ്ങനെ പോലെ.
ഈ കളി എങ്ങോട്ടാണെന്ന് പോകുന്നു പോലും പറയുന്നില്ല. യുനോ പറഞ്ഞ രണ്ടാളെയും കാർഡ് വെച്ചിരിക്കുന്നു. ഇനി എന്താണ് കാത്തിരുന്ന് കാണേണ്ടി വരും. അടിച്ചിട്ടിരിക്കുന്നു ആളിയൻ ഒറ്റക്കാടിൽ നിന്ന് രണ്ടാമത്തെ കാർഡിലേക്ക്. യെല്ലോ വീണ്ടിരിക്കുന്നു. വീണ്ടും ഗൈസ് കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നടക്കുന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. സമ്പത്ത് എന്താണ് പ്ലാൻ ചെയ്യുന്ന അറിയത്തില്ല. സമ്പത്തിന് നിഷ്പക്ഷമായ പ്ലാനിൽ റിവേഴ്സ് അടിച്ചിരിക്കുന്നു. സമ്പത്ത് എന്താണ് വീണ്ടും ആളിയൻ വീണ്ടും രണ്ടാമത്തെ കാർഡിലേക്ക് തുത്തുരുവും കാർഡ് എടുത്തിരിക്കുന്നു. ഗൈസ് എന്ത് നടക്കുന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. റിവേഴ്സ് അടിച്ചിട്ടിരിക്കുന്നു. സമ്പത്തിന്റെ ഒരു ക്ലോസ് ഷോട്ട് യുനോ വിളിച്ചിരിക്കുന്നു. ഗൈസ് സമ്പത്തിനെ വളർത്തിക്കൊണ്ട് ഇതാ ബിബിൻ യുനോ വിളിച്ചിരിക്കുന്നു. സ്കിപ്പ് അടിച്ചിരിക്കുന്നു. കളിക്ക് സുഹൃത്തെ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. ഇനി ഇവരിൽ ആരാണ് മിന്നും പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ആർക്കും പറയാൻ പറ്റാത്ത നിഷ്പഷ്ടമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇരു ടീമും വൻപിച്ച പ്രകടനമാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സമ്പത്ത് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അളിയൻ ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആര് ജയിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി ഒരു മിന്നും പ്രകടനമായി സമ്പത്തിന്റെ കണ്ണുകൾ അളിയന്റെ കാടിലേക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഇവിടെ എന്ത് നടക്കും ഏത് നടക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. തലചൊറിഞ്ഞുകൊണ്ട് അളിയനും ചിന്തിച്ചുകൊണ്ട് സമ്പത്തും. അവസാനം സമ്പത്ത് ബക്കറ്റെ വരെ ആശ്രയിച്ചിരിക്കുകയാണ്. എന്ത് നടക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും തുത്തുരുവിന്റെ സന്തോഷം വളരെയേറെ പറയേണ്ട ഒന്നാണ്. തുത്തുരു ജയിക്കുമെന്നാണ് തുത്തുരു ജയിച്ചിരിക്കുന്നു. അതെ, തുത്തുരു ഒന്ന് കളർ ചേഞ്ച് വരുത്തിയിരിക്കുകയാണ് മിന്നും പ്രകടനത്തിലൂടെ. അളിയന്റെ 2 കാർഡിൽ നിന്ന് 6 കാർഡിലേക്ക് സമ്പത്ത് ഉയർത്തി വിട്ടിരിക്കുന്നു. സമ്പത്ത് 4 കാർഡുമായി വെയിറ്റിംഗ് ആണ്. എന്ത് നടക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. അതെ, +4 ഉണ്ടോ നോക്കുകളിയാ, ഉണ്ടെങ്കിൽ കൊടുക്കളിയാ ഒരെണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളും കാണുമ്പോൾ എല്ലാരും വിചാരിക്കും സമ്പത്ത് ജയിക്കുന്നു. അതെ, നടക്കത്തില്ല. അതാണ്. അതെ, വീണ്ടും 3. സമ്പത്ത് എന്താണ് നടക്കാൻ പോകുന്നത്? 3 വീണ്ടും സമ്പത്ത് 3ലേക്ക് വന്നിരിക്കുന്നു. അത് 6 അല്ല 4. ഏതാ +4? അതാണ് തിരിച്ചടിച്ചിരിക്കുന്നു സമ്പത്തിന് 4 കാർഡുകൾ. സമ്പത്തേ വല്ല നടക്കുവോ? എവിടുന്നാ? വീണ്ടും 9ലേക്ക്. കാർഡുകൾ മാറുന്നു, കലകൾ മാറുന്നു, കാത്തിരുന്ന നിമിഷങ്ങൾ മൊത്തത്തിൽ മാറുന്നു. എന്ത് നടക്കുമെന്ന് ആർക്കും അറിയാതെ നിർണായകമായ സ്കിപ്പ് അടിപ്പിച്ചിരിക്കുന്നു. യുനോ വിളിച്ചില്ലെന്ന് പറയാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. സമ്പത്തിന്റെ തന്ത്രങ്ങൾ ഇവിടെ വർക്ക്ഔട്ട് ആകുകയാണ്. ഗൈസ് സമ്പത്തിന്റെ തന്ത്രങ്ങൾ അതിശക്തമായി അത് വിപുലീകരിച്ച് സമ്പത്ത് മുന്നിലിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ നടക്കുന്നത് ഏതാ നടക്കുന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. അതെ, നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ. തുത്തുരു കാത്തിരുന്ന് കാഴ്ചക്കാരനായി മാത്രം മാറുകയാണ്. ചുമപ്പാറിട്ട് സമ്പത്ത് കളി തിരുത്തുകയാണ്. +2ലേക്ക് സമ്പത്ത് വന്നിരിക്കുന്നു. ഇല്ല, +2 അല്ല, വെറും 2 ആണ്. സോറി, ഇപ്പോഴാണ് യുനോ വിളിച്ചില്ലെന്ന് പറയുന്നത്. വീണ്ടും സമ്പത്തിന്റെ തന്ത്രപരമായ നിയന്ത്രണങ്ങളിൽ എത്തിക്കുകയാണ് കളിയിൽ. യുനോ വിളിച്ചില്ല 2 കാർഡ് എടുക്കണ്ടേ? അയ്യോ, വീണ്ടും എന്തൊക്കെ സമ്പത്ത് ഈ സമയത്ത് താങ്കൾക്ക് എന്താണ് പറയാ? ജയിക്കും തോക്കുമെന്ന് നമ്മൾ വിലയിരുത്തിയ നമ്മുടെ തുത്തുരുവാണ് മിന്നും പ്രകടനത്തോടെ കളി മൊത്തം മാറ്റിക്കൊണ്ടിരുന്നത്. ഗൈസ്, അങ്ങനെ ഞങ്ങള് റൂമിൽ നിന്ന് പോവാണ്. അതിനേക്കാട്ടിൽ ഉപരി തുത്തുരുവും എബിനും അല്ല ലിബിനും. എടാ എന്ത് പറയുക? ലിബിനും ഇത് മൊത്തത്തിൽ വിഷയമാണല്ലോ. എബിനും പോവുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പാലക്കാട് ഉള്ളൊരു സുഹൃത്തിനെ കണ്ടു. അതെ, ഒറ്റയ്ക്കാവാണ് ഞങ്ങൾ. പിന്നെ ഒറ്റയ്ക്കായി ശീലമായിട്ട് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, എബിനോടും അതുപോലെ തന്നെ നമ്മുടെ തുത്തിനോട് യാത്ര പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ ഗൈസ്, ഇനി നാട്ടിൽ കാണാം. നിന്റെ കല്യാണത്തിന് വിളിച്ചാൽ വന്ന് വ്ളോഗ് ചെയ്യും ഞങ്ങള്. പട്ടി കറിയൊന്നോ? അത് താനെങ്ങനെ അറിയുന്നേ? അവന്റെ പട്ടിയപ്പോ നീയാണോ? പട്ടി കറി പറഞ്ഞ സമ്പത്ത് എങ്ങനെയാണോ നിന്നെ വിടുന്നത് പറ്റുന്നത്? എങ്ങനെയല്ലെന്ന് പറഞ്ഞു തീർന്നതിന്. അപ്പൊ എന്തായാലും സൈനുവിനെ നമ്മൾ യാത്ര അയച്ചുകൊണ്ട് അവമായിട്ട് കളിക്കാൻ കാണാം. ഓക്കെ, ശരി ഗൈസ്. അതെ, ഇന്നലത്തെ കളി അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനെ ഇന്നലത്തെ കളിയിൽ ആദ്യ കളി അവന്മാർ 2 റൺ ജയിച്ചു. രണ്ടാമത്തെ കളി ഞങ്ങൾ കിടിലിനായിട്ട് 7-8 വിക്കറ്റിന് ജയിച്ചു. അങ്ങനെ എന്തായാലും നമ്മൾ നടന്ന് പോവുകയാണ് പൈനിയർ 1ലേക്ക്, നമ്മുടെ റൂമിലേക്ക്. അങ്ങനെ ഉച്ച സമയമായിരിക്കുന്നു. ഇനി എന്താ, നമ്മൾ ഉച്ചക്കത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ നേരെ സമ്പത്തിന്റെ റൂമിലേക്ക് പതിവ് പോലെ തന്നെ ചെന്ന് വിളിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ റൂമിൽ നിന്ന് പോകാനാണ് എളുപ്പം. പക്ഷെ അവിടുന്ന് മെസ്സേജ് അയച്ചിട്ട് അങ്ങോട്ട് വാ അത് പറഞ്ഞോണ്ടിരിക്കും. അവനെ ഞാൻ എന്താ ചെയ്യണ്ടേ? എന്നെ ഒറ്റയ്ക്കുള്ളേ ഉള്ളൂ എന്നോർത്ത് നമ്മൾ ചെറുക്കനെ ഒന്നും പറയാതെ എൻ്റെ ചങ്കായതുകൊണ്ട് അപ്പൊ എന്തായാലും ചെറുക്കനെ വെച്ചാൽ നമുക്ക് വിളിക്കാം. ജസ്റ്റ് 1 മിനിറ്റ്, ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ. റെഡി ആവാനൊന്നും ഇല്ല, ചെരുപ്പെടുത്തിരുന്ന് പോകുന്നു. പക്ഷേ എനിക്ക് വിഷമം വരുന്നത് അറിയോ? കാണിച്ചു തരാം.
ഈ വെയിലത്ത് എങ്ങനെ അവിടെ വരെ ചെല്ലും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിൻ്റെ കൂടെ തന്നെ നല്ല പൊടിക്കാറ്റും. എന്തൊരു ആഹാ, ഇന്ന് പോകാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് തുത്തിരിയൊക്കെ പോകാന്ന് പറയില്ലേ, അതിൻ്റെ കൂടെ തന്നെ ഇഷ്ടം പോലെ ആളുകൾ ഇന്ന് ക്യാമ്പിൽ നിന്ന് റിലീസായി പോവുകയാണ്. പോട്ടെ അവസാനം നമ്മൾ മാത്രം. അപ്പോൾ എന്തായാലും സമ്പത്തിനെയും കൂട്ടിക്കൊണ്ട് നേരെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. കാരണം അരമണിക്കൂറൂടെ കഴിഞ്ഞാൽ ഫുഡ് കിട്ടില്ല. സോ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം ഗായ്സ്. വീണ്ടും ഉച്ചയായപ്പോൾ സമ്പത്തിന് റൂമിലേക്ക്. ഡേയ് ഇവൻ ഈ റൂം പൂട്ടി എന്തുവാ ചെയ്യുന്ന ഒരു പിടിയില്ല ഗായ്സ്. വാ പോവാം, കഴിക്കാൻ പോവാം. വാ പെട്ടെന്ന് വാ. സമ്പത്ത് സീരിയലൊക്കെ കണ്ടിരിക്കുന്നു ഗൈസ്. ഓ ശരിയടാ, സീരിയലൊക്കെ കണ്ടാണ് ആളി ഇരിക്കുന്നത്. ഓ ശരി, ഞാനത് വിശ്വസിച്ചു. വാ ഉറക്കം നടിക്കണ്ട, വാ പോവാം. സമയം പോയി. അപ്പൊ എന്തായാലും ഞാൻ കഴിക്കാൻ പോകുന്നില്ല, എനിക്ക് നല്ല വിശപ്പുണ്ട്. 1:30 കഴിഞ്ഞാൽ ഫുഡ് കിട്ടത്തില്ല, മനസ്സിലായല്ലോ. ഷട്ട് ഡൗൺ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും നാട്ടിൽ ചെന്നു വാടേ. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കല് ഗൈസ്. ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഭയങ്കര വെയിലാണ്, വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇപ്പൊ തന്നെ കണ്ടോ പുറയുന്ന എന്ത് വെയില. സോ ഞങ്ങൾ കഴിക്കാൻ പോട്ടെ. ഇനി മെസ്സേജ് ചെന്നിട്ട് എന്താ ഫുഡെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ ആഹാരം നമ്മളുടെ ഇതാണ്: സലാഡ്, ചിക്കന്, സാമ്പാർ, മീൻ വറുത്തത്, പിന്നെ വീണ്ടും രസം, പിന്നെ ചിക്കൻ കറി. അത് നമ്മുടെ നാട്ടിലെ ടച്ചുള്ള കറിയാണ് കേട്ടോ. എന്തായാലും സമ്പത്ത് വരാൻ താമസിക്കുമെന്ന് പറഞ്ഞു. സോ നമുക്ക് ആഹാരം കഴിച്ചിട്ട് നമ്മുടെ ബാക്കി പരിപാടി നോക്കാം. കഴിക്കട്ടെ. നമ്മൾ ഫുഡ് കഴിച്ച് തീരാറായപ്പോഴത്തേന് ദാണ്ട് എത്തിയിരിക്കുന്നു കഥാനായകൻ. സകലം മൊത്തത്തിൽ മൂടി മറച്ചുകൊണ്ട് പോകുന്നത് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകുന്നതാണ്. നല്ല ചൂടുണ്ടെങ്കിൽ ഈവനിങ് സമയമാകുമ്പോൾ നമുക്ക് കളിക്കാൻ പോകണം. അത് ഇങ്ങനെ ശീലമായി ഇപ്പം. സോ ഞാൻ നേരെ സമ്പത്തിൻ്റെ റൂമിൽ പോയിട്ട് ഞാനും അവനും ഇവിടെ നേരെ ഗ്രൗണ്ടിലേക്ക്. ഇന്ന് കളി ഉണ്ടോയെന്ന് അറിയത്തില്ല, എങ്കിലും അവിടെ പോയി കുറ്റി അടിച്ചിരിക്കും. അവിടെ നമ്മുടെ പൈനിയർ 2-ലെ മലയാളീസ് വരും, അവരോടൊക്കെ സംസാരിച്ച് അങ്ങ് ഇരിക്കും. അതുപോലെ തന്നെ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, സമ്പത്തിന് റൂം തുറന്നിട്ടിട്ടുണ്ട്. വാ. ഓ സൺസ്ക്രീം ഒക്കെ ഇട്ട് റെഡി ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ ഇനി നേരെ ഗ്രൗണ്ടിൽ ചെന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ കാണാം. കുരുപൊട്ടുന്ന വെയിലത്ത് നടന്ന് ഇവിടെ വരെ വന്നപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കുന്നത്. ഒരു പട്ടി പോലും ഇല്ല ഗ്രൗണ്ടിൽ. കണ്ടോ, ഗ്രൗണ്ടിലൊരു പട്ടി പോലും ഇല്ല. നല്ല കിടിലം വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എയിൽ പട്ടിയില്ലെന്നോ? നമ്മുടെ പ്ലാനിൻ്റെ അവിടെ പട്ടി കണ്ടിട്ടില്ല. നാളെ അതെന്നെ പട്ടിയല്ലേ. അപ്പോൾ എന്തായാലും ഭയങ്കര ചൂടാണ് ഗൈസ്. നേരെ നടന്നിനി സൈനുവിൻ്റെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം. അങ്ങനെ അവസാനം ഒരാളെ വിളിക്കാൻ വന്ന് ഇപ്പം 4-5 പേരെ ഒന്നിച്ച് ഞങ്ങളാക്കിക്കൊണ്ട് വീണ്ടും ഇവരുടെ മെസ്സിൽ പോയി ചായ കുടിക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പോഴും കഥാനായകൻ എത്തിയിരിക്കുന്നു. ആരായിരിക്കും ആ കഥാനായകൻ? അവൻ തന്നെ, ആ മുഖം മൂടി വെച്ച് വരുന്ന അവൻ തന്നെ, സമ്പത്ത് സാനി. വരൂ മോനെ. ഞാൻ വന്ന് നേരെ സൈനുവിനെ വിളിച്ചു. സൈനു വന്ന് ഞങ്ങൾ ഇത്രയും പേരെയും വിളിച്ചിറങ്ങി. നീ കളിക്കാൻ പോവുകയെന്നാണ് പ്രധാനപ്പെട്ട കടമ്പ. 31 അങ്ങനെ അവസാനം 30 വരെ കിട്ടോ? അങ്ങനെ പണിയെടുക്കാതെ സാലറി മേടിക്കാൻ നമ്മളെ പോലെ യോഗം വേണം. ഇതാണ് ഷട്ട് ഡൗണിന്റെ ഒരു ഗുണം. പണി തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് പണിയിക്കം ഇങ്ങനെ നല്ല നാട്ടിലെ നല്ലൊരു എമൗണ്ട് ഒക്കെ മേടിച്ച് റൂമിൽ ഇങ്ങനെ ഇരുന്ന് ചായ കുടിച്ച് ഇങ്ങനെ വൈബടിച്ച് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും 31-ാം തീയതി ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ള തീരുമാനമായി. 31 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഏകദേശം 32 ദിവസത്തെ സാലറികളും വരാറുണ്ട്. അപ്പോൾ കറക്റ്റ് എന്നിട്ട് നമ്മൾ ഒന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ചായ കുടിക്കാം. അങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നിടം വരെ ഞങ്ങൾ ഇവിടെ നിന്ന് യുനോ കളിക്കാൻ തീരുമാനിച്ചു. എന്തോ എങ്ങനെ അപ്പൊ എന്തായാലും കളി തുടങ്ങട്ടെ. എന്റെ തൊപ്പി അവിടെ വെച്ചിട്ട് വന്നോ? ഇല്ല, തൊപ്പി തലയിലുണ്ട്. ഓക്കെ സോറി, വീഡിയോ എടുക്കുന്നതിന് പറഞ്ഞ കാര്യമായി. അങ്ങനെ നമ്മൾ കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം, ക്രിക്കറ്റ് കളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോവാണ് പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും തെറ്റിദ്ധരിക്കല്ലേ അല്ലേ സൈനു? അതെ, ഞങ്ങളെല്ലാം നന്മ മരങ്ങളാണ്. അപ്പം നമ്മൾ നേരെ ഇനിയും പഞ്ച് ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ റൂമിൽ തിരിച്ചു പോകുന്നു, ഫ്രഷ് ആവുന്നു, ഫുഡ് കഴിക്കുന്നു.
നമ്മുടെ നൈറ്റത്തെ ഫുഡ് എന്താണെന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നേരെ വീണ്ടും ഇവരുടെ റൂമിൽ വരുന്നു, യുനോ കളിക്കുന്നു. കാരണം നമ്മുടെ ഇത് സമയം പോകാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജീവിൻ്റെ ഫൈനൽ സെറ്റിൽമെൻറ്റ് വന്നു. ഇനി അവനെന്ന് പോകുമെന്ന് എനിക്കറിയില്ല, എങ്കിലും നമ്മുടെ ചെറുക്കനെ വൈകിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് പഞ്ച് ചെയ്യാൻ വേണ്ടി പോകാം. ഇപ്പോൾ ഞങ്ങൾ ഒരാളെ കണ്ടിരുന്നു. ഇനി മൊത്തം കഥ സൈനു പറയും. വളരെ ഒരു നിസ്സാരമായ ഒരു കാരണത്തിന് എന്റെ ഒരു സുഹൃത്തിനെ ഇവിടുന്ന് പുറത്തു. ഹംസേന്നാണ് പേര്. ഞങ്ങളുടെ ഒക്കെ ഉറ്റ സുഹൃത്താണ്, വളരെ ഞങ്ങളുടെ ചങ്കാണ്. അതേ ഇവിടെ മെറ്റീരിയൽ കൺട്രോളറാണ്. ഷട്ട് ഡൗൺ വളരെ ഇങ്ങനെ പീക്കിൽ പോയി, അതായത് ക്രിട്ടിക്കൽ സമയം. ഈ സമയത്ത് ഇവിടെ ഏറ്റവും അധികം ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഹംസയാണ്. അതെ, ഒരു സെക്കൻഡ്, നല്ല സൗണ്ട്, നല്ല പഞ്ചിക്കിന്റെ ക്യൂ ആണോ ഇത്? അങ്ങനെ ഹംസ എത്തി. ഹംസ അങ്ങനെ ഒരു ദിവസം വർക്കിനായിട്ട് സൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഹംസ നോക്കുമ്പോ ഇങ്ങനെ വർക്ക് ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുക. ഹംസ ഒരു ഹെൽപ്പ് ചോദിച്ചു, ഇഷ്ടപ്പെട്ടില്ല. അതവന് ഇഷ്ടമായിട്ടില്ല. അവൻ ഉടനെ നേരം അവൻ കടയും മൂട്ടി അവൻ നേരെ തിരിച്ചു റൂമിലോട്ടൊന്ന് തെറ്റാണോ? ഈ ഒരു നിസ്സാര കാരണത്തിനാണ് പറഞ്ഞു വിട്ടു, ഇനി വരണ്ടെന്ന്. പിറ്റേ ടിക്കറ്റും കൊടുത്ത് ടാറ്റ അന്റെ സഹായങ്ങൾക്ക് പെരുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ അവനെ ഞങ്ങളല്ല കമ്പനി ഇവിടുന്ന് പറഞ്ഞയച്ചു. പോകുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഇനി രാജീവനെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഫൈനൽ സെറ്റിൽമെന്റ് ഒക്കെ കിട്ടി ചെറുക്കൻ പോവുകയാണ്. അതാണ് ചെറുക്കൻ പോകുന്നില്ല, അതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ്. ഏതാണ് ഇന്ന് വരത്തില്ല, കുറച്ച് ദിവസം പിടിക്കും, എന്തായാലും കാണാം. അതെ, നാട്ടിലിട്ട് കൊടുക്കാം എന്തായാലും. അതെ, അപ്പൊ എന്തായാലും ഈ ക്യൂ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പഞ്ച് ചെയ്യാൻ. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. സമ്പത്തിന്റെ റൂമിൽ വെച്ചിട്ട് അവനെയും വിളിച്ചിട്ട് നേരെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പൈനിയർ 2 പോകും. എന്നിട്ട് യുനോ കളിക്കും, എന്നിട്ട് വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വെളിയിലോട്ടിറങ്ങാം. ചെരുപ്പിട്ടിട്ട് നമുക്ക് പോകാം. അങ്ങനെ സമ്പത്ത് സാരി വന്നിട്ടുണ്ട്. ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എങ്ങോട്ട് പോവാ? ഇങ്ങോട്ട്. ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പറഞ്ഞ പോലെ തന്നെ യുനോ കളിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് അങ്ങ് പോയാലെന്നാണ് ആലോചിക്കുന്നത്. അതിനെ പോയി കഴിക്കട്ടെ. ഇനി അവിടെ ചെന്നിട്ട് മിസ്സിൽ എന്താ ഫുഡെന്നും കൂടെ കാണിച്ചു തരാം. കഴിച്ച് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് നൂഡിൽസ്, അതിനോടൊപ്പം തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ്, പിന്നെ കടായി ചിക്കന്, സലാഡ്, കേസരി. സമ്പത്ത് നല്ല പോളിങ്ങിനാണ്. കഴിച്ചിട്ടൊരു സുഹൃത്ത് നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. നേരത്തെ ക്ലിയറൻസ് ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ പൈനിയർ 2 വേറൊന്നും കൊണ്ടല്ല, നമുക്ക് യുനോ കളിച്ചിട്ടില്ല. ഇപ്പോൾ സമയം ഇവിടെ ഒരു 9:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, 9:15. നമുക്കിനി ഒരു എത്ര മണി വരെ അറിയത്തില്ല, പക്ഷെ നല്ല വൈബാണെങ്കിൽ ഒരു 11:30-12 മണി വരെ കളിച്ചിട്ട് നേരെ റൂമിൽ വന്ന് ഉറങ്ങുക. ഇപ്പോഴത്തെ പ്രധാന ഹോബി ഫുഡ് കഴിക്കുക, ഉറങ്ങുക, കളിക്കാൻ പോവുക, തുണി വാഷിംഗ് മെഷീനിൽ കൊണ്ടുവന്ന് നനയ്ക്കുക. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ. അതുകൂടാതെ തന്നെ നമുക്ക് ലോണ്ടറി സെറ്റപ്പും ഉണ്ട്. സോ അത് നമ്മൾ 1 രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ വരും, നമ്മുടെ തുണി കൊണ്ടുപോകും, നനച്ച് മടക്കി വൃത്തിയായിട്ട് നമ്മുടെ റൂമിൽ കൊണ്ടുവെക്കും. അപ്പോൾ എന്തായാലും അടിപൊളി സെറ്റപ്പ് തന്നെ. നമുക്ക് നേരെ ഇനി പൈനിയർ 2 പോകാം. യുനോ കളിക്കാനുള്ള അതിയായ ആഗ്രഹം മൂത്ത് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉള്ളവന്മാർ ഇത്രയും നേരം ഇല്ലാത്ത ഫോൺ വിളി എന്ന് പറഞ്ഞാൽ 2 വീഡിയോ കോൾ ചെയ്തു. അയ്യോ, മറ്റൊരുത്തൻ കോൾ ചെയ്യാനെന്ന് പറഞ്ഞാൽ വെളിയിൽ ഇറങ്ങി പോയേക്കുന്നു. ഇതൊക്കെ പോട്ടെ, സ്വന്തം വോയിസ് കേട്ട് ആസ്വദിക്കുന്ന. പിന്നെ കൂട്ടത്തിൽ ഇത്തിരി ആത്മാർത്ഥമുള്ളതെന്ന് പറഞ്ഞാൽ ശ്രീനാഥേണ്ണ. കളി പഠിച്ചുകൊണ്ടാണോ ഇനി കളിക്കാനുള്ള താല്പര്യം കൊണ്ടാണോ എന്ന് അറിയത്തില്ല. കാടൊക്കെ ആത്മാർത്ഥമായിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണ്. പിന്നെ മറ്റൊരുത്തൻ എന്ത് ചെയ്യുമെന്നറിയാതെ കയറി കിടക്കാനുള്ള ശ്രമത്തിലാണ്. ഇവിടുന്ന് കളിക്കാൻ താഴെ ഇറങ്ങിയതിനെ കളി ഇറക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും യുനോ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെ തുടങ്ങുമല്ലേ? പെട്ടെന്ന് വാടേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ഗൈസ്. അപ്പോൾ എന്തായാലും സബ്ബടിച്ചിട്ടേക്ക് കേട്ടോ.